ഒന്നാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം ഉദ്ഗ്രഥനം ഒന്നാം ദിവസത്തെ പരീക്ഷാ പേപ്പർ നോക്കാം. ഇത് 2024 വർഷം ചോദിച്ച ചോദ്യപേപ്പറാണ്. ഇത്രയും പരീക്ഷകളാണ് നമുക്ക് ഒന്നാം ക്ലാസ്സിൽ ഈ വർഷമുള്ളത്. ഇതിൽ കണക്ക് മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം മലയാളം മീഡിയത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് ആര്? അവിടെ മുകളിലും താഴെ ഓരോ കുത്തിട്ടിട്ടുണ്ട്, നടുക്കൊരു വരയും ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ക്ലാസ്സിലെ ടീച്ചറെ പറയും. അതായത് ഈ രണ്ട് വരകളെയും ആദ്യം നമ്മൾ മുകളിലുള്ള കറുത്ത പുള്ളിയുമായി ഈ രണ്ട് വരയുടെ അറ്റത്തെയും കൂട്ടിമുട്ടിക്കണം. അതേപോലെ തന്നെ രണ്ട് വരകളുടെ അറ്റവും താഴെയുള്ള കുത്തുമായി കൂട്ടിമുട്ടിക്കണം. അതിനുശേഷം ഇത് ആരാണ് എന്ന് അപ്പോൾ നമുക്കിത് ആരാണെന്ന് മനസ്സിലാകും. അത് ആരാണ് എന്നുള്ളത് ഈ ബോക്സിൽ എഴുതണം. കുട്ടികൾ ഇതിൻ്റെ ഉത്തരം പറയാൻ പാടില്ല. ഇനി അതിനിടയിലുള്ള കാര്യങ്ങൾ നോക്കാം. വായിക്കൂ, നിറം നൽകൂ. വാല് നീല, ചിറക് പച്ച, വരയുടെ മുകളിൽ കറുപ്പ്, താഴെ ചുവപ്പ്. ഇതിന് വാലും ചിറകും ഒന്നുമില്ല, അത് നമ്മൾ വരച്ച് ചേർക്കണം. അതിനുശേഷം നമുക്ക് ക്രയോൺ കൊണ്ട് ഇതിന് കളർ കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഉണ്ട്. നമുക്ക് ആദ്യം മലയാളം മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. പറവകൾ പാറി, നിറം നൽകൂ, എണ്ണി എഴുതൂ. അവിടെ എത്ര തത്തകളുണ്ട് അത് ആ ബോക്സിൽ എഴുതണം. അതോടൊപ്പം തന്നെ കാക്കകൾ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി അതിൻ്റെ അടിയിൽ എഴുതണം. അതോടൊപ്പം തന്നെ കുരുവികൾ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി ആ ബോക്സിൽ എഴുതണം. അതിനുശേഷം കൂടുതൽ ഏത്, അതായത് കാക്കകളാണോ കുരുവികളാണോ എന്ന് നമ്മൾ ഇവിടെ എഴുതണം. ആ നമ്പരല്ല ഉദ്ദേശിക്കുന്നത്. കാക്കകൾ, കുരുവികൾ, തത്തകൾ അങ്ങനെ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. കുറവ് ഏത്, അതും നമ്മളിവിടെ എഴുതണം. ഇനി വേണമെങ്കിൽ കുരുവികൾ സമം ഇത്ര, കാക്കകൾ സമം ഇത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 2 ഫ്ലൈയിങ് ബേർഡ്സ് ഗീവ് കളർ കൗണ്ട് ആൻഡ് റൈറ്റ്. നമ്മുടെ കൈറ്റ് ഇങ്ങനെ ആകാശം കൂടെ പറന്നു പോവുകയാണ്. അപ്പോൾ കണ്ട കാഴ്ചകളാണ്. അവിടെ പാരറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നമ്പർ എഴുതണം. 1 2 3 4 5 6 7 പാരറ്റ്സ് ആണ് ഉള്ളത്. അത് നമ്മൾ അവിടെ എഴുതി. ഇതേപോലെ ക്രോസ് എഴുതണം, സ്പാരോസും എഴുതണം. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? ഇതിൽ ഏത് ഇനമാണ് കൂടുതലുള്ളത്? ഹയസ്റ്റ് നമ്പർ വരുന്ന ഏത് ബേർഡ് ആണ് എന്നാണ് എഴുതേണ്ടത്. നമ്പരല്ല അവിടെ എഴുതേണ്ടത്. നമ്പർ എഴുതിയാലും കുഴപ്പമില്ല. വിച്ച് വൺ ഈസ് ദ സ്മാളസ്റ്റ്? അതേപോലെ ഏറ്റവും സ്മാളസ്റ്റും എഴുതുക. ഒന്നാം ദിവസം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനിയുള്ളതെല്ലാം മലയാളം മീഡിയം ചോദ്യങ്ങളാണ്. പ്രവർത്തനം 3 പറയാം, എഴുതാം. വായിക്കൂ, കണ്ടെത്തൂ. അവിടെ ഒരു സംഭാഷണം എഴുതാനാണ്. കൈറ്റ് ആകാശത്തുകൂടി പറന്നു പോകുമ്പോൾ അല്പം വിശ്രമിക്കാനായിട്ടൊരു മരക്കൊമ്പത്ത് കിടക്കുകയാണ്. ഈ സമയത്ത് 2 ജീവികൾ ആ മരത്തിലുണ്ട്, ഒരു പുഴുവും ഒരു ഉറുമ്പും. ഇവരാദ്യമായിട്ടാണ് ഈ കൈറ്റിനെ കാണുന്നത്. ഒന്നാമത്തെ ചിത്രത്തിലുള്ള സംഭാഷണം നമ്മൾ ആദ്യം എഴുതണം. അതിനുശേഷമാണ് രണ്ടാമത്തെ ചിത്രത്തിലെ സംഭാഷണം എഴുതേണ്ടത്. ഒന്നാമത്തെ ചിത്രത്തിൽ പുഴുവും ഉറുമ്പും തമ്മിലുള്ള സംഭാഷണമാണ്. അവർ കൈറ്റിനോട്, പട്ടത്തോട് ഒന്നും ചോദിക്കുന്നില്ല. ഈ ചിത്രത്തിൽ അത് ആരാ എന്ന് പുഴു ഉറുമ്പിനോടാണ് ചോദിക്കുന്നത്, പട്ടത്തോടല്ല. അപ്പോൾ ഉറുമ്പ് പുഴുവിനോട് മറുപടി പറയുകയാണ്. ആരാ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അതിന് ചേരുന്ന ഒരു സംഭാഷണമാണ് അവിടെ എഴുതേണ്ടത്. എന്നാൽ രണ്ടാമത്തെ സംഭാഷണം നമ്മൾ പട്ടത്തോടാണ് ചോദിക്കുന്നത്. ഉറുമ്പും പുഴുവും കൂടി നേരെ ചെന്ന് പട്ടത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ പട്ട അതിനൊരു മറുപടിയും പറയും. അത് നമ്മൾ സങ്കല്പിച്ച് എഴുതണം. അറിയുന്നത് പോലെ എഴുതിയാൽ മതി. ഇവിടെ ഞാനൊരു മോഡൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം. പട്ടം പറത്തി എന്നാണ്. അവിടെ വായിക്കാനായിട്ടൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. നമ്മളതൊന്ന് വായിച്ചു നോക്കാം. രമ പേപ്പർ മടക്കി, അപ്പു ഈർക്കിൽ വളച്ചു, രവി ചിറക് വെച്ചു, മേരി വാല് ഒട്ടിച്ചു, ആമി ചരട് കെട്ടി, പട്ടം പറത്തി. ഇത് കുട്ടികൾ സ്വയം വായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ടീച്ചർ ഇത് വായിച്ചു തരും. അതിനുശേഷമുള്ള ചോദ്യങ്ങൾ ടീച്ചർ ചിലപ്പോൾ വായിച്ചു തരും, അല്ലെങ്കിൽ സ്വയം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം സ്വയം എല്ലാവരും എഴുതുകയാണ് വേണ്ടത്. ചോദ്യങ്ങൾ നോക്കാം. പേപ്പർ മടക്കിയത് ആര്? വിവരണത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയത് അവിടെ എഴുതണം. അടുത്ത ചോദ്യം, രവി എന്ത് ചെയ്തു? അപ്പൊ രവി എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവിടെ എഴുതണം. മൂന്നാമത്തേത്, പടം നോക്കി കണ്ടെത്തുക. അവിടെ ഒരു കുട്ടി ഒരു ഈർക്കിൽ വളയ്ക്കുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് ടീച്ചർ പറഞ്ഞു തരും. ഈർക്കിൽ വളയ്ക്കുകയാണ് എന്ന് പറഞ്ഞു തരും. അത് ആരാണ് എന്ന് ഈ 6 വരികളിൽ നിന്നും അതിനെ സൂചിപ്പിക്കുന്ന വരി കണ്ടെത്തി ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഛ എന്ന് വരുന്ന 2 വാക്കുകൾ കണ്ടെത്തി എഴുതൂ. ഇച്ഛ എന്ന് വരുന്ന 2 വാക്കുകൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ആണ് എഴുതേണ്ടത്. ഇനി അതെല്ലാം നമുക്ക് വേറെ വാക്കുകൾ അറിയാമെങ്കിലും എഴുതാവുന്നതാണ്.
അതിൽ ഞാനിവിടെ കുറേ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ലളിതമായിട്ടുള്ളതോ ഈച്ച പൂച്ച എന്നൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് 1-ാം ക്ലാസ്സിലെ 1-ാം ദിവസം ചോദിച്ച ചോദ്യങ്ങൾ. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ 2-ാം ദിവസത്തിൻ്റെയും 3-ാം ദിവസത്തിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടി കണ്ടു നോക്കൂ. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.